ഓം ഹരിശ്രീ ഗണപതയേ നമ. അവിഘ്നമസ്തു. ഓം നമോ ഭഗവതേ വാസുദേവായ ശ്രീകൃഷ്ണ പരമാത്മനേ നമ. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായ പതേ നമ. എല്ലാ ഭക്തമക്കൾക്കും എൻ്റെ വിനിതമായ പ്രണാമം. എല്ലാവർക്കും ഭഗവത് കൃപയും ശാന്തിയും സമാധാനവും എല്ലാ നന്മകളും ഉണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. 31ാമത്തെ ദിവസമാണ്. നമുക്ക് ഈ മുന്നോട്ട് കുറേശ്ശെ ഇരുണ്ട് വരെ നമുക്ക് വായിച്ചു പോകാം. ഒരു മകള് പ്രത്യേകം പറഞ്ഞു, അമ്മേ മുന്നോട്ട് ഇട്ട് പോണേന്ന്. നോക്കട്ടെ, നമുക്ക് ഇന്ന് ഈ മാസം അങ്ങ് തീരുന്നുണ്ട്. ചിങ്ങം 1 പൊക്കുമ്പോഴൊക്കെ ഇടുന്നുണ്ട്. പ്രത്യേകിച്ച് എൻ്റെ ഇന്നത്തെ ബർത്ത്ഡേ ആണ്. എൻ്റെ ആഗസ്റ്റ് 16 ഞാൻ ജനിച്ച ദിവസം. നക്ഷത്രം വന്നില്ല, അത് 6-ാം തീയതി കണ്ടായിരുന്നു, കർക്കിടക 6 കണ്ടായിരുന്നു. ഞാൻ ഈ ആഗസ്റ്റ് 16 ഞാൻ നോക്കിയിരിക്കുക. അങ്ങ് നോക്കിയൊന്നിരിക്കുമല്ല, എന്നും ഒരുപോലെ തന്നെയാണ്. നമുക്ക് ആദിത്യ ഹൃദയം ചൊല്ലാം. സന്താപനാശകരായ നമോ നമ, അന്ധകാരാന്തകരായ നമോ നമ, ചിന്താമണി ചിദാനന്ദായ ദേ നമ, നീഹാരനാശകരായ നമോ നമ, മോഹവിനാശകരായ നമോ നമ, ശാന്തായ രൗദ്രായ സൗമ്യായ ഘോരായ കാന്തിമതാം കാന്തിരൂപായ ദേ നമ, സ്ഥാവരജംഗമാചാര്യായ ദേ നമോ, ദേവായ വിശ്വൈക സാക്ഷിണേ ദേ നമ, സത്യപ്രധാനായ തത്വായ ദേ നമ, സത്യസ്വരൂപായ നിത്യം നമോ നമ. നമ്മൾ ഒടുക്ക സുതീഷ്ണ ആശ്രമ പ്രവേശമാണ് വായിച്ചുകൊണ്ട്. കാരണം മുനിമണ്ഡലാഗമനം, ഭഗവാൻ ശ്രീരാമൻ വന്നത് അറിഞ്ഞുകൊണ്ട് മുനിമണ്ഡല ഒത്തിരി മഹർഷിമാർ താമസിക്കുന്ന അവിടുന്ന് പ്രധാനപ്പെട്ട മുനികളെല്ലാം ഭഗവാനെ കാണാൻ വന്നു. അതിൽ അങ്ങോട്ട് കൊണ്ടുപോവുകയും ചെയ്തു. ആശ്രമ പ്രവേശവും കൂടെ. എന്തിനാ ഈ അസ്ഥികൂടങ്ങളൊക്കെ കാണണം, ഈ യജ്ഞങ്ങളൊക്കെ നടത്തുന്നതൊക്കെ മുടങ്ങാതെ ചെയ്യാനുള്ള എല്ലാം ഭഗവാൻ അവിടെ നിന്ന് തന്നെ ചെയ്യിക്കുന്നു. ഈ ദുഷ്ടന്മാരെയൊക്കെ യാഗം നടത്തുന്നതൊക്കെ സമ്മതിക്കത്തില്ലല്ലോ, മഹർഷിമാർക്ക് ഒന്നും വിഘ്നങ്ങളല്ലേ. അതുകൊണ്ട് അതെല്ലാം ഭഗവാൻ പോയി എല്ലാം നേരെ ചൊവ്വയാക്കി. അങ്ങനെ സുതീഷ്ണാശ്രമ പ്രവേശത്തിലേക്ക് നമ്മൾ വായിച്ചു. അതിവിടം വരെ എത്തിയായിരുന്നു. നമ്മുടെ ശരീരം എന്തൊക്കെ കൊണ്ടുണ്ടാക്കുന്നത് അതാ അവൾ ഒടുക്കം വായിച്ചത്. ഇച്ചിരി മേലിട്ട് വായിക്കാം. നിന്തിരുവടിയുടെ നാമമന്ത്രത്തെ തന്നെ സന്തതം ജപിപ്പൂ ഞാൻ മൽഗുരു നിയോഗത്താൽ. അഗസ്ത്യമുനിയുടെ ശിഷ്യനാണ് സുതീഷ്ണൻ. അപ്പോൾ അദ്ദേഹം ഗുരു പറഞ്ഞതനുസരിച്ച് രാമമന്ത്രമാണ് ജപിക്കുന്നത്. അതാണ് മൽഗുരു നിയോഗത്താൽ. അങ്ങനെ ശ്രീരാമനോട് പറഞ്ഞ് ഞാൻ ഭഗവാന്റെ നാമമന്ത്രമാണ് ജപിക്കുന്നത്. ബ്രഹ്മശങ്കര മുഖ്യ വന്ധ്യമാം പാദമല്ലോ നിൻ മഹാമായാർണവം കടപ്പാനൊരു പോദം. ഈ ലോകം സംസാരമാണ്, ദുഃഖ ദുരിതങ്ങളാണ്. ഇതിന്ന് കയറാൻ ഭഗവാന്റെ നാമമന്ത്രമാണ് പോദം, കപ്പൽ. ഈശ്വരൻ്റെ നാമങ്ങൾ അത് ഇന്നതെന്നല്ല. കൃഷ്ണനും ശ്രീരാമനും എല്ലാം ഒരേ നാമങ്ങൾ തന്നെയാണ്, ഒരേ പരമാത്മാവ് തന്നെയാണ്. ഇപ്പം ഭാഗവതം വായിക്കുമ്പോൾ നമ്മൾ കൃഷ്ണ എന്ന് പറയും, രാമായണം വായിക്കുമ്പം ഇങ്ങനെ രാമ എന്ന് പറയുന്നത്, പരമേശ്വരനെ ഓർക്കുമ്പോൾ അത് പറയുന്നത്. എല്ലാം പരബ്രഹ്മമൂർത്തി തന്നെയാണ്. രൂപങ്ങൾ പലതാണെന്നേ ഉള്ളൂ, അത് ഓരോ ഗുണങ്ങൾ എടുത്തിരിക്കുന്നത് മാത്രം. അതുകൊണ്ട് ഇദ്ദേഹം പറഞ്ഞു, ഭഗവാന്റെ ആ പാദം ബ്രഹ്മാവും പരമശിവനൊക്കെ വന്ദിക്കുന്ന പാദമല്ലേ അത്. ഈ ദുഃഖ സംസാര അർണവം ഇതൊരു വലിയൊരു സാഗരമാണ്. ദുഃഖമാകുന്ന സാഗരം, ദുരിതങ്ങളാകുന്ന സാഗരം. ഇതിന്ന് കയറണമെങ്കിൽ, മുക്തനാകണമെങ്കിൽ ഭഗവാന്റെ പാദം തന്നെ ആണൊരു കപ്പലാണ്. ശ്രീരാമനാമ മന്ത്രങ്ങളൊക്കെ ചൊല്ലി ഭഗവാനെ സേവിച്ചിരുന്നാൽ ഈ സംസാരത്തിൽ നിന്ന് നമുക്ക് വിടുതൽ കിട്ടും. അതുകൊണ്ടാണ് പോദം എന്ന് പറയുന്നത്. അത് സംസാര സാഗരം കടൽ പോലെയാണ്. അപ്പോൾ കടലെന്ന് പറയുമ്പോൾ അവിടെ കപ്പലെന്ന് വരണം, അത്രയേ ഉള്ളൂ.
നമ്മുടെ നാമമന്ത്രത്തിനെ പറ്റിയാ പറയാം. ഈ ഭഗവാന്റെ കപ്പൽ എന്ന് പറയുമ്പോൾ നമ്മൾ ഭഗവാന്റെ നാമങ്ങളെ ചൊല്ലി ചൊല്ലി ഹൃദയശുദ്ധി വന്ന് ഈ ലോക ചിന്തകളെല്ലാം വിടുതൽ കിട്ടണമെന്ന് അതങ്ങനെ പറയുന്നത്. ആദ്യന്തമില്ലാതൊരു പരമാത്മാവല്ലോ നീ, വേദ്യമല്ലൊരു നാളും ആരാലും ഭവതത്വം. ത്വൽഭക്ത ഭൃത്യനായിടണം ഞാൻ, ത്വൽപാദാംബുജം നിത്യ ഉൾക്കാമ്പിൽ വസിക്കണം. ഭഗവാന്റെ ഭക്തന്റെ ദാസന്റെയും ദാസനാകണമെന്നാണ് ഇവിടെ സുധീഷ്ണൻ പറയുക. എന്താ, ഭഗവാൻ എപ്പോഴും ഉള്ളത്തിൽ വസിക്കണം. അത്രമാത്രം എളുതായി വന്നെങ്കിൽ മാത്രമേ അത് കിട്ടൂ. ഭഗവാന്റെ ഭക്തനും ഒരു അത്ര എളിമയുള്ളവരാ. അപ്പം അതിൻ്റെയും ദാസനും അങ്ങനെ പറയുമ്പോൾ അത്രയ്ക്ക് താഴേ എന്നുള്ളതാണ്. നമ്മൾ അങ്ങനെ ആകാൻ മാത്രമേ എന്ത് ചെയ്യൂ, ഭഗവാൻ ഉള്ളത്തിൽ വസിക്കത്തുള്ളൂ. അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. നമ്മൾ അങ്ങനെ ആകണം. അത്രയ്ക്ക് വിനയവും താഴ്മയും ഒക്കെ ഉള്ളൊരു സന്തോഷമുള്ള ഭക്തനാകണം. പുത്ര ഭാര്യ അർത്ഥ നിലയ അന്ധകൂപത്തിൽ വീണ് ബദ്ധനായി മുഴുകിയിടും എന്നെ, നിന്തിരുവഴി ഭക്ത വാത്സല്യ കരുണാ കടാക്ഷങ്ങൾ തന്നാൽ ഉദ്ധരിച്ചിടേണമേ. സത്വരം ദയാനിധേ, ഭഗവാൻ തന്നെ നമ്മളെ ഉദ്ധരിക്കണം. അതായത് ഭക്ത വാത്സല്യ കരുണാ കടാക്ഷം, ഒരു ഭക്തനോടുള്ള വാത്സല്യം വരണം. നമ്മൾ അതിന് എന്ത് ചെയ്യണം? ഭഗവാൻ നമ്മളോട് വാത്സല്യം വേണമെങ്കിൽ നമ്മൾ അത്ര ഭക്തനാകണ്ടേ. വിനയവും താഴ്മയും പരമശുദ്ധനും ഒക്കെ ആയി എല്ലാം കൊണ്ടും നമ്മൾ പരമഭക്തനാകണ്ടേ. അപ്പോഴല്ലേ ഭഗവാന്റെ ഒരു പൈതൽ എന്ന് നമ്മളെ കാണുമ്പോഴാണല്ലോ ആ ഭക്തനോട് വാത്സല്യം ഉണ്ടാകുന്നത്. അപ്പോൾ തന്നാൽ ആ ഭഗവാൻ തന്നെ നമ്മളെ ഉദ്ധരിക്കണമേ. എങ്ങനെ ഉദ്ധരിക്കണം? ഈ ലോക ദുഃഖ ദുരിതത്തിൽ നിന്ന്. ഈ സംസാരം ദുഃഖമാണ്, ഈ പ്രപഞ്ചം. അതിൽ നിന്ന് നമ്മളെ കരകയറണമേ, ഉദ്ധരിക്കണമേ, ഉയർത്തണമേ എന്ന് സത്വരം ദയാനിധി എന്ന് സുധീഷ്ണൻ പറയുന്നത് പോലെ നമ്മളിത് പറയണം. അതുകൊണ്ടാണ് ഇത് വായിച്ച് പഠിക്കുന്നത്. നമ്മളങ്ങനെ ആകാനാണ്. മൂത്ര മാംസ അമേധ്യാന്ധ്ര പുൽകല പിണ്ടമാകും ഗാത്ര ഓർത്തോളം അതികശ്മലം, അതിങ്കലുള്ള ആസ്തയാ മഹാമോഹപാശ ബന്ധവും ഛേദിച്ചാർത്തിനാശന ഭവാൻ വാഴുക എന്നുള്ളിൽ നിത്യം. ഇത് ഈ എന്താ പറയുക, ഈ ദേഹം ഇന്നലെ ഞാൻ പറഞ്ഞല്ലോ മൊത്തവും കശ്മലമാണ്. മൂത്രവും മലവും മജ്ജിയും മാംസവും രക്തവും എല്ലാം കൊണ്ട് കുടലും ഇപ്പോൾ നോക്കുമ്പോൾ ഇത് അത്രമാത്രം നികൃഷ്ടമാണ് ഈ ശരീരം. അതിലെന്താ വസിക്കുന്നത് ഉള്ളത്? മോഹം, മഹാ ആഗ്രഹങ്ങൾ, മോഹപാശം, എന്താ ആഗ്രഹങ്ങളാകുന്ന കെട്ടുകൾ. കയറെന്ന് വെച്ചാൽ പാശം കയറാണ്. എന്താ മനസ്സിനകത്ത് എന്താ സംഘം, എൻ്റേതെന്നുള്ള എല്ലാ മോഹങ്ങൾ ആഗ്രഹങ്ങളും കെട്ടി കിടക്കുവാണ്. ഛേദിച്ച് ഇതെല്ലാം ഇല്ലാതാക്കുന്ന എങ്ങനെയാണ്? നമ്മൾ വെറുതെ പറഞ്ഞാൽ മാറാൻ പറ്റൂ? നമ്മൾ അങ്ങനെ പ്രവൃത്തിയിൽ കൊണ്ടുവരണ്ടേ. നന്മ കൊണ്ട് നമ്മൾ നിറയ്ക്കണ്ടേ. നമ്മളെ ഹൃദയം മൊത്തം ശുദ്ധമാക്കണ്ടേ. അത് ഈശ്വരനെ ആരാധിച്ച് വേണ്ടേ ശുദ്ധമാകാൻ. ചിത്തശുദ്ധി വരാണ്ട് എങ്ങനെ ഭഗവാൻ ഉള്ളിൽ വസിക്കും? നമ്മളെ ഉള്ളം നിറച്ച അഴുക്കാണെങ്കിൽ എങ്ങനെ ഭഗവാൻ ഉള്ളിൽ വസിക്കാൻ പറ്റൂ? അതുകൊണ്ട് ഈ അഴുക്കാവുന്ന ചിന്തകളും ദുഷ്കർമ്മങ്ങളും മൊത്തവും കഴുകി കളയുന്നത് എങ്ങനെയാ? ഭക്തി കൊണ്ടാ. ഭഗവാന്റെ നാമങ്ങൾ ചൊല്ലി ഭക്തി വർദ്ധിക്കുമ്പോൾ ഹൃദയശുദ്ധി ഉണ്ടായി വരുന്നാൽ മാത്രമേ ഭഗവാൻ നമ്മുടെ ഉള്ളത്തിൽ വസിക്കൂ. ഇദ്ദേഹം പറയുന്നത് ഈ മഹാമോഹ പാശ ബന്ധമെല്ലാം ഛേദിച്ച് ആർത്തിയെ നശിപ്പിക്കുന്ന ഭഗവാനെ അങ്ങ് എൻ്റെ ഉള്ളിൽ വസിക്കണമേ നിത്യവും എന്ന് പറയുന്നു. നമ്മൾ അതുപോലെ പറഞ്ഞാലേ നമ്മുടെ ഉള്ളത്തിലും ഭഗവാൻ വസിക്കത്തുള്ളൂ. സർവഭൂതങ്ങളുടെ ഉള്ളിൽ വാണിയിടുന്നതും സർവദാ ഭവാൻ തന്നെ കേവലം എന്നാകിലും. അപ്പോൾ എൻ്റെ ഉള്ളിൽ വസിക്കണമെന്ന് പറയുമ്പോൾ നമ്മൾ ചോദിക്കത്തില്ലേ, സർവത്തിൻ്റെയും ഉള്ളിലാണല്ലോ ഭഗവാൻ. ഒരു ഇലയ്ക്കകത്തും സർവ്വ ജീവജാലങ്ങളും ഭഗവാൻ എല്ലാത്തിനും അന്തരീയമായി ഉണ്ടെങ്കിൽ പിന്നെ ഇന്ന് പ്രത്യേകിച്ച് പറയാൻ നമുക്ക് ചോദിക്കരുത്. അതുകൊണ്ടിവിടെ പറയുന്നു, സർവഭൂതങ്ങളുടെ ഉള്ളിൽ വാണിയിടുന്നതും സർവദാ ഭവാൻ തന്നെ കേവലം എന്നാകിൽ. എന്താ? ത്വൻ മന്ത്ര ജപരഥന്മാരായ ജനങ്ങളെ ത്വൻ മഹാമായാദേവി ബന്ധിച്ചിടുകയില്ല. അപ്പോൾ എന്താ? എല്ലാവരുടെ ഉള്ളിലുണ്ട്, പക്ഷെ അത് നമ്മൾ അറിയുന്നില്ല. നമ്മളിൽ ഉള്ളിൽ ഭഗവാൻ വസിക്കും, നമ്മൾ അറിയുന്നില്ല. എന്തുകൊണ്ടാണ്? ഈ ലോക ജീവിതത്തിൽ കിടന്ന് മോഹത്തിൽപ്പെട്ട് കിടക്കൊണ്ട് അറിയാത്തത്. അപ്പോൾ എന്ത് വേണം? അത് അറിയണമെങ്കിൽ ത്വൻ മന്ത്ര ജപരഥന്മാരാകണം. ഭഗവാന്റെ നാമമന്ത്രങ്ങൾ ചൊല്ലി നമ്മൾ അതിൽ രമിക്കണം. ആ രമിപ്പ് വരുമ്പം ഉള്ളിലുള്ള വേണ്ടാത്തതെല്ലാം ഒഴുകിപ്പോകും. അങ്ങനെ നമുക്കിത് മായ മാറാൻ പറ്റും. അതുകൊണ്ട് ത്വൻ മന്ത്ര ജപരഥന്മാരായ ജനങ്ങളെ ത്വൻ മഹാമായാദേവി ബന്ധിച്ചിടുകയില്ല. അങ്ങ് ഭക്തന് യാതൊന്നും ഭയക്കണ്ട. ഒന്നിലും കാണുമ്പോൾ നമുക്ക് ഭ്രമം ഉണ്ടാവില്ലല്ലോ. ഈശ്വരൻ മാത്രം മതി. ഭഗവാന്റെ നാമജപങ്ങൾ ഒഴിഞ്ഞൊരു നേരമില്ല.
ആ ഒഴിഞ്ഞു മാറിയെങ്കിലല്ലേ നമ്മൾ മറ്റെന്തെങ്കിലും ചിന്തിക്കൂ. അത് വേണം ഇത് വേണമെന്നൊക്കെ. എപ്പോഴും ഭഗവാൻ തന്നെ അല്ലേ ഉള്ളിലിരിക്കുന്നത്. അങ്ങനെ ഇരുന്നാൽ മാത്രമേ എന്ത് മാറിപ്പോകൂ? മായ, മഹാമായ നമ്മളെ ബന്ധിക്കത്തില്ല. കാണുന്നതും കേൾക്കുന്നതിലേക്ക് ഭ്രമിക്കത്തില്ല, മനസ്സ് ഓടത്തില്ല, ഇന്ദ്രിയങ്ങൾ അങ്ങോട്ട് ഓടത്തില്ല. എവിടെ ഇരിക്കും? പിന്നെ ഭഗവാങ്കിൽ തന്നെ ഇരിക്കും. അതുകൊണ്ട് അതിനു വേണ്ടിയാണ് പ്രാർത്ഥിക്കേണ്ടത്. അല്ലാതെ ഈ ലോകത്തുള്ള സർവ്വ ജീവജാലങ്ങളിലും ഉള്ളിൽ അന്തര്യാമിയായി പരമാത്മാവുണ്ട്. പക്ഷേ എന്താ ഫലം വേണ്ടേ? ഉണ്ടത് കൊണ്ട് കാര്യമുണ്ടോ? അപ്പോഴെന്ത് വേണം? ഭഗവാനെ സ്തുതിക്കുക, ആരാധിച്ച് മന്ത്രങ്ങളൊക്കെ ജപിച്ചും ഉപവാസം എടുത്തും ഇങ്ങനെ നമ്മളെ ഉള്ളത്തിൽ ഭഗവാൻ വസിച്ചാൽ നമുക്ക് ഈ മായ നമ്മളെ വലയ്ക്കത്തില്ല, നമ്മൾ മായയിൽ അകപ്പെടത്തുമില്ല. എന്നാലോ ത്വൻ മന്ത്രജപ വിമുഖന്മാരാൻ ജനങ്ങൾ എന്ത് ചെയ്യുന്നു? ഇതിനെ അറിയാത്തവര് ഈശ്വരാരാധന എന്തെന്നറിയില്ല, ഭഗവാനെ പ്രാർത്ഥിക്കത്തില്ല, ഒരു കർമ്മങ്ങൾക്കും ഈശ്വരകർമ്മങ്ങൾക്കും ഒന്നും അറിയാതെ ഈ ലോകത്ത് തന്നെ കിടക്കുന്നവർക്ക് എന്താ ത്വൻ മഹാമായാദേവി ബന്ധിച്ചിടുന്നത്. അതാണ് ചിലർക്ക് ഒരിക്കലും കരകയറാമയ ദുഃഖ ദുരിതങ്ങൾ കടന്ന് ഇങ്ങനെ ഉഴലുക, അന്ധകൂപത്തിൽ കിടക്കുന്നത് പോലെ, പൊട്ടക്കിണറ്റ് കിടക്കുന്നത് പോലെയാണ്. കാരണം അവർക്ക് വെളിവില്ല. ഭഗവാൻ ഉള്ളിൽ ഒരു നാമം ആത്മാർത്ഥമായി ചൊല്ലില്ല, സന്ധ്യാരാധനയില്ല, ഈശ്വര സൽക്കർമ്മങ്ങളില്ല, സജ്ജന സംസർഗം കൊടുക്കുന്ന ജ്ഞാനം കിട്ടുന്നില്ല. അതുകൊണ്ട് അവരെന്ത് ചെയ്യുന്നു? ഇങ്ങനെയൊക്കെയാണ് ലോകം എന്ന് കരുതി അവർ അകപ്പെട്ട് ഈ ലോകത്തിൽ നിന്ന് ബദ്ധലായി കിടക്കുന്നു. അവർക്കൊരിക്കലും മുകളിലേക്ക് ഈശ്വരങ്ങളിലേക്ക് കയറാൻ പറ്റാതെ കണ്ണം കിടക്കുക. അതാണ് മഹാമായ അവരെ ബന്ധിക്കുന്നു എന്ന് പറയുന്നത്. ഭക്തന്മാരെ ബന്ധിക്കുന്നില്ല. ഈ ലോകം മഹാമായയാണ്, അത് ബന്ധിക്കത്തില്ല. ഭക്തന്മാരെ അങ്ങനെയാണ്. അല്ലാത്തവരെ ബന്ധിച്ചിടുന്ന ഇതുകൊണ്ടാണ്. ഒരിക്കലും പറയൂ ഒരിക്കലും വെളിവില്ല, എനിക്ക് എപ്പോഴും ദുഃഖം ദുരിതം തന്നെ എന്ന് പറയുന്നത് ഈശ്വരനെ അറിയുന്നില്ല. അഥവാ അവർ വിചാരിക്കും ഞങ്ങൾക്കും ഭക്തിയുണ്ട്, ഞങ്ങളും പ്രാർത്ഥിക്കുന്നതെന്നൊക്കെ പറയും. പക്ഷെ അവരുടെ ഹൃദയത്തിലോട്ട് ഇഴഞ്ഞിറങ്ങുന്നില്ല. നാക്കൊണ്ട് എന്തോ പറയുന്നു, ശ്രദ്ധ മറ്റോടാണ്. ഭഗവാനിലോട്ട് ശ്രദ്ധിച്ച് ഭഗവാൻ തന്നെ ചേർന്ന് ലയിച്ചിരുന്ന നാമം ചൊല്ലിയാലേ അതിന് ഫലമുള്ളൂ. വെറുതെ വെള്ളത്തിൽ വരച്ച വര പോലെ എന്തെങ്കിലും 4 വരി എന്തെങ്കിലും പറഞ്ഞിട്ട് പോയിട്ട് കാര്യമുണ്ടോ? അതുകൊണ്ടാണ്. എന്നിട്ടോ സേവാ അനുരൂപ ഫലദാന തൽപരൻ ഭവാൻ ദേവപാദവങ്ങളെ പോലെ വിശേഷ പോറ്റി. ആരാണ് ഭഗവാനെ സേവിക്കുന്ന? അങ്ങനെ എന്താണ് നമ്മുടെ ഇഷ്ടം, ഇച്ഛ? എന്തും നമുക്ക് ഈ ലോക ജീവിതത്തിൽ സുഖം വേണോ? അതെല്ലാത്തിനും ഭഗവാൻ പരിഹാരം. കാരണം കൽപ്പവൃക്ഷം പോലെയാണ്, ദേവപാദവങ്ങളെ പോലെ വിശ്വേശ. കാരണം ഈശ്വരനെ ആരാധിച്ച് മുക്തി തന്നെ വേണമെന്നുള്ള അത് ചിലർക്ക് മതി. അത് അത്രയ്ക്ക് ആവേശം കൊണ്ട് ചിലരേ കാണൂ. 1000-ൽ 1-ഓ 2-ഓ ഒക്കെ കാണുള്ളൂ. പക്ഷെ മറ്റെല്ലാവർക്കും ഈ ലോകത്തിൽ വിദ്യ വേണോ, ജോലി വേണോ, വീട് വേണോ, എന്ത് വേണമെങ്കിലും നമ്മൾ എന്താവണം? ഭഗവാനെ ഉള്ളത്തിൽ അങ്ങനെ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണം. എൻ്റെ പിതാവാണ്, എൻ്റെ രക്ഷകനാണ്. നമുക്ക് പെറ്റ അമ്മയോ അല്ലെങ്കിൽ അച്ഛനോ എത്രമാത്രം സ്വാതന്ത്ര്യമായിട്ടാണ് നമ്മൾ അച്ഛ ഇന്നത് വേണം, അമ്മ ഇന്നത് വേണം എന്ന് പറയാൻ എത്ര ഒരു പേടിയുണ്ടോ, അറപ്പുണ്ടോ? അങ്ങ് ചോദിക്കുന്നതിനും ചിലപ്പോൾ ധാർഷ്ട്യമായിട്ട് എനിക്ക് തന്നേ പറ്റൂ എന്നേരം നമ്മൾ പറയില്ലേ. അപ്പോൾ എന്തുകൊണ്ട് ഭഗവാനോട് അകലം പാലിക്കുന്നു? ആ അമ്മയെ പോലെ ഒരു 100 മടങ്ങ് അമ്മയാവട്ടെ ഭഗവാൻ. ലോകത്തിൻ്റെ അമ്മയാണ്, ലോകപിതാവാണ്, ലോകത്തിൻ്റെ അച്ഛനും അമ്മയാണ് സർവേശ്വരൻ. അപ്പോൾ നമുക്ക് ആ ഭഗവാന്റെ ഒരു പൈതലായി മാറാൻ ശ്രമിക്കുക. ഭഗവാനിൽ ഭക്തി വർദ്ധിച്ച് ഈശ്വരനെ ബഹുമാനവും ഭക്തിയും എല്ലാം കൊണ്ട് നമ്മളൊരു കുറ്റം പോലും ചെയ്തു പോയാൽ ഭഗവാനോട് നമുക്ക് ഭയം വേണം. എന്താ അയ്യോ ഭഗവാനെ ഞാനിത് ചെയ്തു പോയി, ഇങ്ങനെ എല്ലാം ആകുമ്പോഴാണ് ഒരു ദൈവ പൈതലാകുന്നത്. അപ്പോൾ എന്തുവരും? നമുക്ക് എന്തും ചോദിക്കാം. ഭഗവാനെ എൻ്റെ പിതാവാണ് കാരണം നമ്മളെ ഈ സൃഷ്ടികർത്താവാണ്. അപ്പോൾ മൂലകർത്താവാണ്. അവിടെ അത് മുത്തച്ഛൻ നമുക്ക് പറയാം. നമ്മൾ എത്രയോ ജന്മങ്ങൾ കടന്നു വന്നു. അപ്പോൾ അതിൻ്റെ എല്ലാം തലക്കെട്ടുള്ള ആളാണ്, അതിനപ്പുറത്ത് വേറൊന്നില്ല. അപ്പോൾ നമുക്ക് അത്ര സ്വാതന്ത്ര്യമായിട്ട് നമുക്ക് ചോദിക്കണം. അത് നമ്മൾ എന്ത് വേണം? നമ്മുടെ മനസ്സ് അത്രത്തോളം ഭഗവാനോട് ചേരണം. അപ്പോഴേ ഭഗവാനെ എനിക്ക് വീടില്ല, എനിക്ക് വിദ്യയില്ല, എനിക്ക് ജോലി വേണം, എനിക്കൊരു കുടുംബം വേണം എന്ന് ആരോട് നമ്മൾ പറയണ്ടേ? നമ്മുടെ പിതാവിൻ്റെ അടുത്താണ് പറയണ്ടേ. അപ്പം നമ്മുടെ പിതാവ് ഇവിടെ ജനിപ്പിച്ച അച്ഛൻ തന്നെ അല്ല, അവർക്കും തലക്കത്തിലാണ് ഈ ഈശ്വരൻ. അപ്പോൾ ഈശ്വരനോട് ഒന്നും അസാധ്യമല്ല. നമ്മൾ ചോദിക്കേണ്ട രീതി ചോദിക്കാത്തതുകൊണ്ടാണ് നമുക്ക് ഫലം കിട്ടാത്തത്. നമുക്ക് അവകാശമായിട്ട് ചോദിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ കർമ്മങ്ങളെല്ലാം പരിശുദ്ധമായ നിഷ്കളങ്കമായ ഹൃദയമായിരിക്കണം. ദുഷ്കർമ്മങ്ങളും ചെയ്യാതെയും നല്ല സൽപ്രവൃത്തി ചെയ്തും ആരാധിച്ചും ഭഗവാനെ ബഹുമാന ഭക്തിയോടുകൂടി പ്രേമമാകുന്ന ഭക്തിയിൽ തന്നെ മുഴുകിയിരുന്ന് ചോദിച്ചു നോക്ക്. അവിടെ പിന്നെ തരാതിരിക്കാൻ പറ്റത്തില്ല, തന്നേ പറ്റൂ. കാരണം അതായിരിക്കണം നമ്മുടെ ചോദ്യങ്ങളും നമ്മുടെ ഇടപെടലും.
ഈശ്വരൻ്റെ എങ്ങനെ ഇടപെടുന്നു അതാണ് ഭഗവാൻ നോക്കുന്നത്. നമ്മൾ അന്യരെ പോലെ ദൂരെ മാറുന്നിട്ട് ആവശ്യം വരുമ്പോൾ ഭഗവാൻ എനിക്ക് എനിക്ക് ഇന്ന് പരീക്ഷയാണ്, എനിക്ക് പാസ്സാവണം, അല്ലെങ്കിൽ ജോലിയില്ല എന്ന് പറഞ്ഞാൽ ഭഗവാൻ കേൾക്കൂ? നമ്മൾ അങ്ങനെ ഒരു ഈശ്വരൻ്റെ പൈതലായി മാറുമ്പോഴാണ് ഇപ്പോൾ അവകാശം നമുക്ക് ചോദിക്കാൻ അപ്പോൾ പറ്റും. നമ്മൾ അവകാശം ചോദിക്കാനുള്ള രീതി നമ്മൾ ആക്കിയെടുക്കണം. അങ്ങനെ വരുമ്പോൾ സേവ അനുരൂപ ഫല ദാനതൽപരനാണ്. നമ്മൾ എന്താണ് നമ്മൾ ഭഗവാനോട് സേവിച്ചിട്ടുണ്ട്, നമുക്ക് എന്ത് രീതിയാണ് വേണ്ടത്, അത് മോക്ഷത്തിലേക്കാണെങ്കിൽ അത്, ഈ ലോക ജീവിതത്തിലെ വേണ്ടാണോ അത് തൽപരൻ ഭവാൻ, എല്ലാം തൽപരമായിട്ട് ചെയ്യുന്ന ഭഗവാനാണ്. എങ്ങനെ ദേവപാദവങ്ങളെ പോലെ കൽപ്പവൃക്ഷമാണ്. നമ്മൾ എന്ത് മനസ്സിൽ ചിന്തിച്ചാൽ മതി വന്നിരിക്കും. അപ്പം നമ്മുടെ കയ്യിലെ കുഴപ്പമാണ് കിട്ടാത്തത്. എന്തുവെച്ചാൽ നമ്മളങ്ങനെ ആയില്ല, ആകണം. വിശ്വേശ പോറ്റി അങ്ങനെ കൽപ്പവൃക്ഷം പോലെയാണെന്ന് ആര് പറഞ്ഞു? ഈ സുധീഷ്ണൻ പറയുന്നു, ഭഗവാനോട് പറയുന്നു. വിശ്വസംഹാര സൃഷ്ടിസ്ഥിതികൾ ചെയ്യുവാനായി വിശ്വമോഹിനിയായ മായതൻ ഗുണങ്ങളാൽ. അപ്പോൾ ഈ വിശ്വത്തിൽ എന്താ, ഈ അഖണ്ഡം മൊത്തം എന്താ? സൃഷ്ടിയും സ്ഥിതിയും സംഹാരവും പരമേശ്വരനായ ഏകനാഥൻ തന്നെയാണ് ഇവിടെ സൃഷ്ടിയായിട്ടും പിന്നെ അതിനെ രക്ഷിക്കുന്നതായിട്ടും അതിനെ സംഹരിക്കാനായിട്ടും ഈ 3 അവസ്ഥയിൽ വന്നിരിക്കുന്ന ഒരേ ഒരു പരമാത്മാവ് തന്നെയാണ്. രൂപങ്ങൾ മാറി നിൽക്കുന്ന, ഗുണങ്ങൾ മാറി നിൽക്കുന്നു. എന്താ ഈ മഹാമായാദേവിക്ക് എന്താ? ത്രിഗുണങ്ങൾ, 3 ഗുണങ്ങളുണ്ട്. അപ്പോൾ ഇവിടെ ഈ 3 ഗുണങ്ങൾ ഉണ്ടെങ്കിലേ പറ്റൂ. അതുകൊണ്ടാണല്ലോ ഭഗവാൻ അത് വച്ചേക്കുന്നത്. അപ്പോൾ ഈ സൃഷ്ടിക്ക് ഒരു ഗുണം, രജോ ഗുണം. പിന്നെ നമ്മുടെ രക്ഷിക്കാൻ സത്വഗുണമായിട്ട് മഹാവിഷ്ണു. അപ്പോൾ ബ്രഹ്മാവ് സൃഷ്ടി രജോ ഗുണം, ഭഗവാൻ മഹാവിഷ്ണു നാരായണൻ എന്താണ്? ഈ പിന്നെ രക്ഷിക്കുക, അത് സത്വഗുണം. പിന്നെയോ തമോ ഗുണം ഭഗവാൻ ശിവശങ്കരൻ. അപ്പോൾ മനസ്സിലാക്കണം, ആൾ ഒന്ന് തന്നെയാണ്, 3ആയിട്ട് നിൽക്കുന്നത്. പക്ഷെ അവരുടെ ദേഹത്തിന് വ്യത്യാസമുണ്ട്, അവരുടെ ഗുണത്തിനും വ്യത്യാസമുണ്ട്. തമോ ഗുണവും രജോ ഗുണവും സത്വഗുണം 3 അവസ്ഥയാണ്. ആ ഗുണങ്ങൾ, അങ്ങനെയുള്ള ഗുണങ്ങൾക്ക് മാത്രം മാറ്റം. അതിൽ വസിക്കുന്ന ആൾ ആരാണ്? ഭഗവാൻ പരമേശ്വരൻ തന്നെയാണ്. പിന്നെ ഈ ദേഹത്തിനും മാറ്റമുണ്ട്. ശിവൻ്റെ രീതിയല്ല, ശരീരമല്ല വിഷ്ണുവിൻ്റെ ശരീരം, അതല്ല ബ്രഹ്മാവിൻ്റെ, അതിന് രൂപമാറ്റമുണ്ട്. അതുകൊണ്ട് ഇതെന്താണ്? വിശ്വമോഹിനിയായ മായതൻ ഗുണങ്ങളാൽ രുദ്രനും പങ്കജ ഭവ വിഷ്ണു രൂപങ്ങളായി. അത് ശിവശങ്കരനും പങ്കജാരാണ് ബ്രഹ്മാവും വിഷ്ണു, ഇങ്ങനെ 3 രൂപങ്ങളായി ചിദ്രൂപനായ ഭഗവാൻ വാഴുന്നു. അപ്പോൾ ഭഗവാൻ പരമേശ്വരൻ ഇങ്ങനെ 3 അവസ്ഥകളായി 3 രൂപങ്ങളായി ഇവിടെ വാഴുന്നു. ആള് ഒരേ ഒരു പരബ്രഹ്മം തന്നെയാണ് ഈ 3. അപ്പോൾ മനസ്സിലാക്കണം, ആള് ഇന്ന് ഇത് മനസ്സിലാക്കാതെ ജനങ്ങൾ എന്ത് ചെയ്യുന്നു? അറിവുള്ളവരുടെ കാര്യമല്ലേ പറയാം. ഇത് ഒന്നും അറിയാത്തൊരു പരമേശ്വരൻ്റെ വിഗ്രഹത്തെ കണ്ടിട്ട് എനിക്ക് പരമേശ്വരൻ മതി, അല്ലെങ്കിൽ പറയും മഹാവിഷ്ണു മതി ഇന്ന് പറയുമ്പം നമുക്ക് എത്രമാത്രം അറിവില്ലായ്മ അത്. ഈശ്വരൻ ഏകനാണ്, ഇവരെല്ലാം കുടികൊള്ളുന്നത് ഒരേ ഒരു ഈശ്വരൻ തന്നെയാണ്, ആ പരബ്രഹ്മം തന്നെയാണ് എന്ന് മനസ്സിലാക്കിയാൽ വിഷ്ണുവിനെ കണ്ടാലും ശിവനെ കണ്ടാലും കൃഷ്ണനെ കണ്ടാലും ദേവിയെ കണ്ടാലും എല്ലാം എന്തായി? ഒരേ ഒരു ഭഗവാനായിട്ട് കാണണ്ടേ, ഈശ്വരനായിട്ട് കാണണ്ടേ? അതുകൊണ്ട് ഇവിടെ 3 അവസ്ഥകൾ ഇവിടെ സിദ്ധരൂപനായ ഭഗവാൻ ഇങ്ങനെ വാഴുന്നു. എന്നാൽ മോഹാത്മാനം നാനാ രൂപങ്ങളായി തോന്നുന്നു. ഈ മോഹത്തിൽപ്പെട്ട ആത്മാക്കൾ, മനുഷ്യരെന്തായി ചെയ്യുന്നു? ഇത് അറിവില്ലാത്തവർ, ഈ ലോകത്തിൽ പെട്ട് കിടക്കുന്നവർ, ആഗ്രഹത്തിന് പുറകെ പോകുന്നവർ നാനാ രൂപങ്ങളായി. അത് ഞാൻ നേരത്തെ പറഞ്ഞത്. അവർ വിഷ്ണുവിനെ വിഷ്ണുവായും ശിവനെ വേറൊന്നായും പിന്നെ ഇങ്ങനെ കൃഷ്ണനെ വേറൊന്നായും ഇങ്ങനെ പല നാനാ രൂപങ്ങളായി കാണുന്നു അറിവില്ലായ്മ കൊണ്ട്. ഈശ്വരൻ ജഗദീശ്വരൻ ഏകനാണ്, ലോകപിതാവാണ്, അത് എല്ലാത്തിലും ഒരേ വസ്തു തന്നെയാണ് ഇരിക്കുന്നതെന്ന് അറിവില്ലായ്മ കൊണ്ട് കൃഷ്ണൻ വേറെ, മുരുകൻ വേറെ, അയ്യപ്പൻ വേറെ, ശിവൻ വേറെ ഇങ്ങനെ കാണുന്നു. എന്തുകൊണ്ടാണ്? മോഹാത്മാക്കളാണ്, അറിവില്ലാത്തവരാണ്. ഈ ലോകത്തിൽ പെട്ട് ഉഴലുന്നവരൊക്കെ അതേ അറിയും. അതുകൊണ്ടാണ് അവർക്ക് ഇതൊന്നും വായിച്ചറിവോ ഒരു സജ്ജനങ്ങൾ പറഞ്ഞ് കേട്ടിട്ടോ അറിവില്ലായ്മ കൊണ്ടാണ്. അറിഞ്ഞാൽ അവരത് പറയില്ല, അവരതിലേക്ക് ആയിത്തീരും, അറിയാൻ ശ്രമിക്കത്തുമില്ല. ഇത് കേൾക്കുന്നിടത്തെങ്ങും പോയി നിൽക്കത്തുമില്ല, അത് കേൾക്കാൻ അവർക്ക് താല്പര്യവുമില്ല. ചെവി ഉള്ളവൻ കേൾക്കും, അവർ മനസ്സിലാക്കും. കർത്താവ് യേശുവമ്പരാൻ അങ്ങനെ പറയുന്നത്, ബൈബിൾ നമ്മൾ വായിക്കും പറയാം, ചെവി ഉള്ളവൻ കേൾക്കട്ടെ എന്ന്. കാരണം ഇത് കേൾക്കാനും അത് മനസ്സിലാക്കാനും ചിലർക്കേ യോഗമുള്ളൂ. അതുകൊണ്ടാണ് അങ്ങനെ. എങ്ങനെയെന്ന് വെച്ചാൽ ലോകത്തെങ്കിൽ ഭാനുമാൻ ജലം പ്രതി വെവ്വേറെ കാണും പോലെയാണ്. നമുക്ക് ഈ ഭാനുമാൻ എന്ന് വെച്ചാൽ ആദിത്യൻ, സൂര്യൻ. ജലം പ്രതി വെച്ചാൽ എന്താണ്? 3 പാത്രത്തിനകത്ത് നമുക്ക് വെള്ളം നിറച്ച് വയ്ക്കുക. 3 പാത്രത്തിന് രൂപത്തിന് മാറ്റമുണ്ട്. കുടം, കലം, ചരുവം ഇങ്ങനെ 3 പാത്രത്തിലും വെള്ളം നിറച്ച് വെച്ചാൽ ഈശ്വരൻ ഏകനാണെന്ന് മനസ്സിലാക്കുന്നത് എങ്ങനെയാണ്? സൂര്യൻ ഏകനാണ്, സൂര്യൻ ഒരേ ഒരു സൂര്യനാണ്. നമ്മൾ ഈ നിറച്ചു വെച്ച വെള്ളത്തിനകത്ത്
എല്ലാത്തിനും ഈ 3 പാത്രത്തിൽ നോക്കുമ്പോൾ സൂര്യനെ കാണാം. സൂര്യൻ അതുകൊണ്ട് 3 സൂര്യനുണ്ടോ? സൂര്യൻ ഒന്നല്ലേ ഉള്ളൂ. പക്ഷേ 3 പാത്രത്തിലും നമ്മൾ ആ വെള്ളത്തിൽ നോക്കുമ്പോൾ വെള്ളം കുലുങ്ങാതെ ഇങ്ങനെ ഇരിക്കുമ്പോൾ നമ്മൾ നോക്കുമ്പോൾ കുടത്തിലെ വെള്ളത്തിലും സൂര്യനെ കാണാം, ആകാശത്തിലെ സൂര്യൻ കുടത്തിലും കാണാം, അത് പ്രതിഫലിക്കുന്നത്. പിന്നെ കലത്തിലും കാണാം, ശരവത്തിലും കാണാം. അപ്പോൾ അതുകൊണ്ട് സൂര്യൻ 3 എണ്ണം ഇല്ലല്ലോ. അതുപോലെയാണ് ഇവിടെ ഈശ്വരൻ ജഗദീശ്വരൻ വിഷ്ണുവിൻ്റെ ഉള്ളത്തിലും ശിവൻ്റെ ഉള്ളത്തിലും ബ്രഹ്മാനുള്ളത്തിലും പരമാത്മ ഏകനാണ്. രൂപത്തിന് മാറ്റമാണ്. ചരുവവും കുടവും കലവും എങ്ങനെയാണ്? പരമേശ്വരൻ്റെ രൂപത്തിന് മാറ്റം, വിഷ്ണുവിൻ്റെ രൂപത്തിന് മാറ്റം, ബ്രഹ്മാവിൻ്റെ ശരീരത്തിന് മാറ്റം. എന്നാൽ അതുപോലെ തന്നെ അവിടെ ഗുണത്തിന് മാറ്റമുണ്ട്. എന്താ ഗുണം? ഒരാളിൽ രജോ ഗുണം, ഒരാളിൽ സത്വഗുണം, ഒരാളിൽ തമോ ഗുണം. ഇങ്ങനെ 3 അത് അങ്ങനെ മാത്രമല്ല. അതിനകത്ത് എന്താ വസിക്കുന്ന ആരാ? പരബ്രഹ്മം തന്നെ, ഏകനാ. സൂര്യനെ ഈ 3 പാത്രത്തിലും നമ്മൾ ഒരേപോലെ കാണുന്നത്. അതുകൊണ്ട് ആ പാത്രത്തിൽ ഒരു സൂര്യൻ, ഈ പാത്രത്തിൽ ഒരു സൂര്യൻ, മറ്റേ കുടത്തിൽ വേറൊരു സൂര്യനുണ്ടോ? സൂര്യൻ ഒന്നല്ലേ ഉള്ളൂ. എല്ലാം അതുപോലെയാണ് ഭഗവാൻ പരമേശ്വരൻ ലോകപിതാവ് നമ്മളിലും സർവത്തിലും ജീവാത്മാവായി ആ ഒരേ ഒരു ഭഗവാൻ ഈശ്വരൻ തന്നെയാണ്. ഈ ലോകത്തിലെ സർവ്വ പുഴുവൊട്ട് പിന്നെ ബ്രഹ്മാവ് ഒരേ ഒരു ദൈവം ഈശ്വരൻ തന്നെയാണെന്ന് മനസ്സിലാക്കണം. അതിനാണ് ഈ ഉപമ ഇതിൽ കൊടുത്തേക്കുന്നത്. അതായത് ഭാനുമാൻ ആദിത്യൻ ജലം പ്രതി വെവ്വേറെ കാണും പോലെ പല പല പാത്രത്തിലും ഓരോന്നിലും മാറി നോക്കുമ്പോൾ എല്ലാത്തിലും കാണുന്നു. എന്നാൽ അത് ഏകനല്ലേ? സൂര്യൻ ഒന്നല്ലേ ഉള്ളൂ. ലോകത്ത് വേറെ രണ്ടുണ്ടോ? അതുപോലെ തന്നെയാണ് ഈശ്വരൻ ഏകനാണ്. അതിൻ്റെ പ്രതിബിംബം നമ്മളെല്ലാം എൻ്റെ നിഴലുകൾ എന്ന് പറയാം. എല്ലാത്തിലും ഈശ്വരൻ്റെ അംശം എല്ലാത്തിലും ഉണ്ട്. ഇങ്ങനെയുള്ള ഭഗവത് സ്വരൂപത്തെ നിത്യം എങ്ങനെ അറിഞ്ഞുപാസിപ്പു ഞാൻ ദയാനിധേ? ഇങ്ങനെയുള്ള ഭഗവാനെ എങ്ങനെയാ ഞാൻ ഉപാസിക്കുന്നത്? ആരാലും സാധ്യമാണോ? അറിയാനൊക്കത്തില്ല. അതുകൊണ്ട് അദ്വൈവ ഭവ ശരണാംബുജ യുഗം മമ പ്രത്യക്ഷമായി വന്നതു തപോബലവശ. അതായത് ഇത്രത്തോളം കടുത്ത തപസ്സിൽ നിന്നതുകൊണ്ട് ഭഗവാൻ പ്രത്യക്ഷമായി. അല്ല എന്തെങ്കിലും അറിയാൻ പറ്റുമോ? നമ്മൾ ഭഗവാനെ ചിന്തിച്ചിങ്ങനെ തപസ് ചെയ്ത് ആ നാമമന്ത്രങ്ങൾ ഉച്ചരിച്ചിങ്ങനെ അങ്ങ് ഇരുന്നിരുന്ന് കഠിനമായ ബലം കൊണ്ട്, തപസ്സിൻ്റെ ബലം കൊണ്ടാണ് ഭഗവാൻ പ്രത്യക്ഷമായതല്ല. എന്തെങ്കിലും ഭഗവാനെ പറ്റി നമുക്ക് അറിയാൻ പറ്റൂ? ഒന്നും അറിയാൻ പറ്റില്ല. ത്വന്മന്ത്രജപ വിശുദ്ധാത്മന പ്രസാദിക്കും നിർമ്മലനായ ഭവാൻ ചിന്മയനെന്നാകിലും സന്മയമായി പരബ്രഹ്മമായി അരൂപമായി കർമ്മണ അഗോചരമായ ഒരു ഭവൽ രൂപം ത്വന്മായ വിടംബന രചിതം മാനുഷികം മന്മഥ കോടി കോടി സുഭകം കമനീയം കാരുണ്യപൂർണ്ണ നേത്രം കാർമുഖ ബാണധരം സ്മേര സുന്ദരമുഖ അജിനാംബരധരം. അതായത് ഇങ്ങനെ മന്ത്രം ഭഗവാന്റെ നാമജപങ്ങൾ വിശുദ്ധാത്മന ആരാണ് ജപിച്ച് ശുദ്ധമായി പരിശുദ്ധമായി തീർന്ന അവർ ഭഗവാന്റെ പ്രസാദം. ഈ സുധീഷ്ണൻ എങ്ങനെ വന്ന് പ്രത്യക്ഷമായി? അങ്ങനെ ഭഗവാൻ പ്രസാദിക്കും. എന്നിട്ടോ നിർമ്മലനായ ഭഗവാൻ ചിന്മയൻ എന്നാകിലും എന്തെന്നു സന്മയമായി പരബ്രഹ്മമായി അരൂപമാണ്. ഈ പരബ്രഹ്മം എന്താണ്? രൂപം ഇല്ലാത്തതുകൊണ്ട് അത് അരൂപിയാണ്. എങ്കിലും ഇവിടെ എന്ത് വന്നു? കർമ്മണ, ഈ ലോകത്തിലുള്ള നമ്മളെല്ലാം കർമ്മികളാ. അഗോചരമായിരിക്കുന്ന ഭഗവാനെ ഇദ്ദേഹം കണ്ടു, ഗോചരമായി കണ്ടു. അതുകൊണ്ട് കർമ്മണ അഗോചരമായൊരു ഭഗവത് രൂപം ത്വന്മായാ വിടംബന രചിതം. ഭഗവാന്റെ ത്വന്മായയിൽ നിന്ന്, മഹാമായയിൽ നിന്ന് രൂപമെടുത്ത് ശരീരമെടുത്ത് എന്തുവന്ന് മാനുഷിക മനുഷ്യനായി വന്ന് മന്മഥ കോടി കോടി സുഭകം കമനീയമായിരിക്കുന്ന കാരുണ്യപൂർണ്ണ നേത്രനായിരിക്കുന്ന ഭഗവാനെ സുഭകം അതായത് അത്രമാത്രം സുന്ദരനായിരിക്കുന്ന കമനീയമായിരുന്ന ആ ശ്രീരാമനെ കാർമുഖ ബാണധരം, കാർമുകിൽ വർണ്ണനെ പോലെ പിന്നെ അമ്പുമില്ലും പിടിച്ച് നേരെ സുന്ദര മുഖത്തോടി അജിനാംബരധരം മാൻതോൽ ധരിച്ച് പിന്നെയോ സീതാ സംയുതം സുമിത്രാത്മജ നിഷേപിത പാദപങ്കജം നീലനീരത കളയവര. അതായത് ഈ 3 പേരും കൂടെ സീതയും ലക്ഷ്മണനും കൂടി ചേർന്ന് ഭഗവാൻ ഇങ്ങനെ വന്ന് ആര് കാണുന്നത്? ഈ സുധീഷ്ണൻ അതിനെ പറ്റി പറയുക. അങ്ങനെ പാദപങ്കജം നീലനീരത കളേബരം കോമള അതിശാന്തം അനന്ത ഗുണ അഭിരാമ ആത്മാരാമം ആനന്ദ സമ്പൂർണ്ണ അമൃതം പ്രത്യക്ഷം അദ്യ മമ നേത്രഗോചരമായൊരു തിരുമേനി നിത്യം ചിത്തേ വാഴുകയാണ്. ഇങ്ങനെയുള്ള സുന്ദരമായി ഭഗവാൻ ഇവിടെ മുമ്പിൽ സുധീഷ്ണ മുമ്പിൽ ഇങ്ങനെ വന്ന് നിൽക്കുന്ന സീതയും ലക്ഷ്മണനുമായിട്ട് നല്ല സുന്ദരനായി ആ കാർമുകൾ പറഞ്ഞു ധനുർധരം പിടിച്ച് മാൻതോലം ധരിച്ച് സുന്ദരനും കമനീയമായ നേത്രം കാരുണ്യൊഴുകുന്ന നേത്രത്തോടുകൂടി ഭഗവാൻ ഇങ്ങനെ ഇദ്ദേഹം മുമ്പിൽ വന്ന് ആ തിരുമേനി, ആ പരമാത്മാവിൻ്റെ ആ ദേഹം, ആ ശരീരം എന്താ നിത്യവും ചിത്തേ വാഴുക വേണം. ഒരു ഭക്തൻ്റെ പ്രാർത്ഥനയാണ്.
നമ്മൾ ഇങ്ങനെ വർണ്ണിച്ച് ഭഗവാനോട് നമ്മൾ പറയാറുണ്ടോ? എൻ്റെ ഉള്ളത്തിലും ഇങ്ങനെയുള്ള ഭഗവാനെ എനിക്കും കാണണം, എൻ്റെ ഉള്ളത്തിലും വരണം, എൻ്റെ ഉള്ളിൽ നിറഞ്ഞിരിക്കണം എന്ന് നമ്മൾ പറയാറുണ്ടോ? പറഞ്ഞാൽ അങ്ങനെ പറയുമെങ്കിൽ കിട്ടുകയും ചെയ്യും, കാണുകയും ചെയ്യാം, ഉള്ളിലിരിക്കുകയും ചെയ്യും. ഈ സുധീഷനെ പിന്നെ എങ്ങനെ കിട്ടി? പക്ഷേ എങ്ങനെ പറയണം? ഇതുപോലെ നമ്മൾ ഇതിപ്പോൾ എനിക്ക് അക്ഷരങ്ങൾ അറിയാൻ വേണ്ടി എനിക്ക് ഇഴിഞ്ഞിറങ്ങാൻ പറ്റില്ല, എനിക്കിത് മനപ്പാടമില്ല. ഞാനിത് 2-3 വട്ടം വായിച്ച അങ്ങനെയൊന്നും മനസ്സിലേക്ക് കയറി ഇരിക്കുന്നൊരു വാക്കുകളൊന്നും ഇപ്പം എനിക്ക് പറ്റത്തില്ല. അതുകൊണ്ട് ഇത് ശ്രദ്ധിക്കുന്നുണ്ട്. ഇത് നമ്മൾ ആ സുധീഷിൻ്റെ ഇത് വാക്കുകൾ ശ്രദ്ധിക്കേണ്ട കാര്യമില്ല. അങ്ങനെ ഭഗവാനത്തിൽ നിറഞ്ഞിരുന്നാൽ മതി. എനിക്കിത് വായിക്കണമെങ്കിൽ എനിക്ക് നിറഞ്ഞിരിക്കാം, പക്ഷേ എനിക്ക് ശ്രദ്ധ ഇതിലോട്ട് പോകുന്നു, നമുക്ക് അക്ഷരത്തെറ്റ് വരുന്നു. അതുകൊണ്ട് എന്തു പറയുന്നു, അങ്ങനെയുള്ള ഭഗവാന്റെ ആ തിരുമേനി കണ്ടു എൻ്റെ ഉള്ളത്തിൽ എപ്പോഴും വസിക്കണമേ എന്ന് നമ്മൾ ഓരോരുത്തരും ഇങ്ങനെ പറയണം. ഭഗവാനെ സ്തുതിച്ചുകൊണ്ട് പറയണം, ഭഗവാനെ ഈ സുധീഷണം പ്രാർത്ഥിച്ച പോലെ അങ്ങനെ ഞാനും എന്നും മന്ത്രജപങ്ങൾ ഉപവാസം എടുത്തും കൊണ്ട് ഭഗവാനെ ജപിച്ചും കൊണ്ട് ധ്യാനത്തിൽ കൂടി തപസ്സുകൊണ്ട് ഇനി ഇരിക്കുന്ന ഭഗവാനും എൻ്റെ ഉള്ളത്തിൽ വസിക്കണമേ. ഇന്നിപ്പം ശരീരമില്ല, ഇപ്പം കൃഷ്ണനായാലും മതി, ശ്രീരാമനായാലും മതി, ഏത് രൂപമായാലും മതി, നമ്മൾ ആ രൂപത്തെ കാണുന്ന രൂപം. അതല്ല പരമാത്മാവായ ചൈതന്യമൂർത്തിയാണെങ്കിൽ ഇത് ആദ്യമൊക്കെ നമുക്ക് രൂപത്തിൽ തന്നെയാണ്. ഒരു വട്ടം അത് കണ്ടാൽ പിന്നെ രൂപമൊക്കെ അങ്ങ് മാറി നമുക്ക് ഇത്തോടെ വളർന്ന് വരും. അപ്പോൾ പിന്നെ നമുക്ക് പരമാത്മാവ് തന്നെ ഉള്ളതിലാകും. അങ്ങനെ ഒരു ആനന്ദാനുഭൂതി പിന്നെ ഉണ്ടായി വരും. പിന്നെ നമുക്ക് കാണാനൊന്നും പിന്നെ നമുക്ക് ആഗ്രഹം ഉണ്ടാവില്ല, കാരണം ഒരു വട്ടം കണ്ടാൽ പിന്നെ ആഗ്രഹം വരത്തില്ല. അതുകൊണ്ട് എന്ത് പറഞ്ഞ അദ്ദേഹം മുറ്റിയിടം ഭക്തിയ നാമം ഉച്ചരിക്കായിരുന്നു. അദ്ദേഹം വീണ്ടും ഇത്രയും കണ്ടിട്ടും പറയുന്നുണ്ടാ. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, നമുക്കിത് മതിയാക്കാൻ പറ്റൂ. നമുക്ക് ഇന്ന് ഇപ്പോൾ പ്രത്യക്ഷമായിരിക്കട്ടെ, അതോടെ എല്ലാം തീർന്നെന്നാണോ വിചാരം? നമ്മുടെ ശരീരം വെടിയോളം നമുക്ക് കൂടുതൽ ഭഗവാനെ സ്തുതിച്ചും ജപിച്ചും ഇരിക്കണം. അല്ലെങ്കിൽ അത് ചൈതന്യം ഇറങ്ങിപ്പോകും. അവിടെ നിലനിൽക്കണമെങ്കിൽ എപ്പോഴും ഈ ആരാധനയും തപസ്സും എല്ലാം വേണം. അതുകൊണ്ട് മുറ്റിയിടും ഭക്തിയ നാമം ഉച്ചരിക്കാതിരണം. മുറ്റുന്ന ഭക്തിയായിരിക്കണം. അത്രത്തോളമാണ് ആ ഭക്തിക്ക് ദൃഢമായ ഭക്തി എന്ന് വെച്ചാൽ, മുറ്റുന്ന ഭക്തി വെച്ചാൽ അത് തീക്ഷ്ണമായ ഭക്തി വേണം. വെറുതെ ഒരു 2-3 വരി ഭഗവാൻ രാമ 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 ഭഗവാനെ എനിക്കത് വേണം ഇത് വേണം പറഞ്ഞിട്ട് ഇറങ്ങി പോയാൽ കിട്ടുന്നതാണോ ഈ ഭക്തി? അത്രത്തോളം ഇഴിഞ്ഞിറങ്ങുന്ന ഭക്തിയാണ്. മുറ്റിയിടുന്ന ഭക്തിയാ നാമം ഉച്ചരിക്കായിടണം, മറ്റൊരു വരം അപേക്ഷിക്കുന്നതിനില്ല പോറ്റി. എനിക്ക് വേറെ ഒന്നും വേണ്ട. മുറ്റുന്ന ഭക്തി ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന് അറിയാം ബാക്കി സർവ്വം താനേ വന്നോളൂ. ഭഗവാനോട് മുറ്റുന്ന ഭക്തിയുണ്ടെങ്കിൽ പിന്നെ നമുക്ക് എന്തിനു ഭയക്കണം? ഭഗവാൻ പിന്നെ ആ ഭക്തൻ കഴിഞ്ഞാൽ മറ്റൊരാൾ കാണുമെന്ന് ആ സുധീഷന് അറിയാം. എല്ലാവർക്കും അങ്ങനെ ഭക്തന്മാർക്ക് അറിയാം. നമുക്ക് ആ മുറ്റുന്ന ഭക്തി മാത്രം മതി, വേറെ ഒന്നും നമുക്ക് ചോദിക്കേണ്ട കാര്യമേ ഇല്ല. അത് അങ്ങനെ ആയിക്കഴിഞ്ഞപ്പോൾ നമ്മളെ ഭാവന പോലെ ഭവിക്കും. എന്താ ഉള്ളത്തിൽ തന്നെ അല്ലേ ഇരിക്കുന്നത് പരമാത്മാവ് ആ മുട്ടുന്ന ഒരു ഭക്തൻ്റെ? അപ്പം പിന്നെ നമ്മൾ പ്രത്യേകിച്ചെല്ലാം ചോദിക്കണോ? നമ്മൾ ഭാവന ചെയ്താൽ പോരെ. അതുകൊണ്ട് മുറ്റിയിടും ഭക്തിയ നാമം ഉച്ചരിക്കായിടണം, മറ്റൊരു വരം അപേക്ഷിക്കുന്നതിനില്ല പോറ്റി. വന്ദിച്ച് കൂപ്പി സ്തുതിച്ചിടുന്ന മുനിയോട് മന്ദഹാസവും കൊണ്ട് രാഘവൻ പറയുന്നു. അവൾ ചെയ്ത് എന്താ പറയാ? ഇത്രയും പറയുന്നൊരു ഭക്തനോട്, ഈ സുധീഷനോട് ഭഗവാൻ പറയുന്നു, നിത്യവും ഉപാസന ശുദ്ധമായിരിപ്പോരു ചിത്തം ഞാൻ അറിഞ്ഞത്രേ കാണാനായി വന്നു മുനി. ഇങ്ങനെ ഭഗവാനോട് അവതരിച്ചിട്ട് കുറച്ചാളേ ആവുള്ളൂ, ചെറുപ്പക്കാരനാണ്. അതേസമയം ഈ മുനി അതിനേക്കാളൊക്കെ വലിയ മൂപ്പുള്ള മുനിയാ, എത്രയോ കാലം കൊണ്ട് തപസ് ചെയ്യുന്നയാ. അപ്പം മനസ്സിലാക്കണം, പരമാത്മാവിനെയാണ് തപസ് ചെയ്തേക്കുന്നത്. ആ പരമാത്മാവാണ് ഇവിടെ ശ്രീരാമനായിട്ട് വന്നേക്കുന്നതെന്ന്. ശ്രീരാമൻ അവതരിച്ച് ഭൂമി വന്നതിന് ശേഷമുള്ള തപസ്സല്ല, അതിനൊക്കെ എത്രയോ കാലം മുന്നെയാണ്. പണ്ടൊക്കെ മഹർഷിമാർ അങ്ങനെയല്ലേ. അപ്പം മനസ്സിലാക്കണം, പരമേശ്വരൻ ലോകപിതാവിനെയാണ് ഈ മഹർഷിമാരും നമ്മളും എല്ലാവരും പ്രാർത്ഥിക്കുന്നു ആരാധിക്കുന്നതും. ഇനിയിപ്പം നമ്മുടെ ആരാധന ഇങ്ങനെ ഇരുന്ന് മുഴുകി ഇരിക്കുമ്പോൾ ഇനിയൊരു അവതാരം കൽക്കിയോ ആരും അവതരിച്ചിരിക്കട്ടെ, അപ്പോഴും നമ്മളോട് പറയും, കൽക്കി പറയും, നിന്റെ പ്രാർത്ഥന എത്രയോ നാളിന് കേൾക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ ചിന്തിക്കാം, അയ്യോ കൽക്കി ഇപ്പോഴല്ലേ അവതരിച്ചത്, എൻ്റെ പ്രാർത്ഥന എങ്ങനെ കേട്ടു? അപ്പം മനസ്സിലാക്കണം, ഇത് ആരാ? പരമേശ്വരൻ, ലോകപിതാവ്, സർവ്വം നിറഞ്ഞിരിക്കുന്ന പരമേശ്വരനാണ് നമ്മൾ പ്രാർത്ഥന അവിടെ ചെല്ലുന്നത്. ആ പരമ്പൊരുളിലേക്കാണ് ചെല്ലുന്നത്. അവിടെ നിന്നാണ് ഇവിടുത്തെ രൂപം എടുത്ത് വരുന്നത്. അപ്പോൾ അവർക്ക് ആ പരമേശ്വരൻ അറിയാം. നാം പണ്ടേ അതാണ് ഭഗവാൻ പറഞ്ഞത്, നിത്യവും ഉപാസന ശുദ്ധമായിരിപ്പൊരു ചിത്തം. നിന്റെ ഇങ്ങനെ ഇരിക്കുന്ന നിന്റെ ചിത്തം, നിന്റെ മനസ്സ് ഞാൻ അറിഞ്ഞത്രേ കാണാനായി വന്നു മുനി. ഈ മുന്നെടുത്ത് പറഞ്ഞു, ഭഗവാൻ പറഞ്ഞു, സന്തതം എന്നെ തന്നെ ശരണം പ്രാപിച്ചു മന്ത്രോ ഉപാസകന്മാരായി. അപ്പോൾ സന്തത എപ്പോഴും വേണം. നമ്മളിന്ന് എല്ലാവരും എന്താ ആഹാരം എന്നും കഴിക്കും, എന്നും കുളിക്കും, എന്നും എല്ലാം ചെയ്യും. ഈ ലോക ജീവിതത്തിലെ സർവ്വം എന്നും നിത്യേന ചെയ്യും. പക്ഷേ ഈശ്വരനെ ആരാധിക്കുന്നത് എങ്ങനെയെന്നറിയാമോ?
ഇന്ന് ചിലപ്പോൾ ഒന്ന് വിശാലമായിട്ടൊക്കെ ഇരുന്ന് ഭക്തിപൂർവ്വം ഇരുന്നെന്നിരിക്കട്ടെ, പിന്നെ 10 ദിവസത്തേക്ക് പിന്നെ ഇല്ല, ആരാധനയില്ല, ഒന്നുമില്ല, തളർന്നു പോകും. എന്നുവെച്ചാൽ ചെയ്യുവാൻ ആഗ്രഹമില്ല, ആർത്തിയില്ല. ആഹാരം കഴിക്കുന്ന മുടങ്ങുന്നുണ്ടോ? നിത്യം നമ്മൾ ചെയ്യുന്ന മറ്റു കർമ്മങ്ങളൊന്നും മുടങ്ങത്തില്ല. ആരാധിക്കുക, ഈശ്വരനെ സ്തുതിക്കുകയാണ് മുടക്കം. ഒന്നുമില്ലെങ്കിൽ ഇന്ന് നമ്മൾ അരമണിക്കൂർ ചെയ്യും, നാളെ ഒരു 10 മിനിറ്റ് ആയിപ്പോവും, അല്ലെ 5 മിനിറ്റ് ആയപ്പോൾ ഇല്ലാതെയും വരും. ഇതൊക്കെയാണ് നമുക്കുള്ള കുഴപ്പം. അതുകൊണ്ട് സന്തതം എന്നെ തന്നെ ശരണം പ്രാപിച്ച് മന്ത്രോ ഉപാസകന്മാരായി എന്നെ തന്നെ സന്തതം എപ്പോഴും, അല്ല ഇന്ന് പ്രാർത്ഥിച്ചിട്ട് നാളെ ഇല്ലാതെ മറ്റന്നാൾ, അങ്ങനല്ല, എപ്പോഴും എന്നാ സന്തതം എന്നെ തന്നെ ശരണം പ്രാപിച്ചു മന്ത്രോ ഉപാസകന്മാരായി നിരപേക്ഷന്മാരായ ഒരാഗ്രഹം കൂടാനുള്ള പ്രാർത്ഥന. ഇന്നത് വേണം ഭഗവാനുള്ള ചിന്തയിലല്ല, ഭഗവാനെ വേണമെന്നുള്ള ചിന്തയിലാണ് പ്രാർത്ഥിക്കുന്നത്. ആര്? സുധീഷ്ണൻ. ചില ഭക്തന്മാരും അങ്ങനെയാണ്. അതുകൊണ്ട് നിരപേക്ഷന്മാരുമായി സന്തുഷ്ടന്മാരായുള്ള ഭക്തന്മാർക്ക് എന്നെ എന്ത് വരും നിത്യം ചിന്തിച്ചവണ്ണം തന്നെ കാണാൻ വന്നിടുമല്ലോ. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ എങ്ങനെ ചിന്തിക്കുന്നു അതുപോലെ തന്നെ കാണാൻ പറ്റും. എന്തുകൊണ്ടാ? സന്തതം ഭഗവാൻ തന്നെ പ്രാർത്ഥിച്ച്, പിന്നെയോ മന്ത്ര ഉപാസകന്മാരായി നിരപേക്ഷന്മാരാണ്, ഒന്നിനും ആഗ്രഹം കൂടാതെ പ്രാർത്ഥന. അപ്പം സന്തുഷ്ടന്മാരായിരിക്കണം. നമ്മൾക്ക് നമ്മുടെ ആർത്തി വേണം, നമുക്ക് അത്ര സന്തോഷമാകണം. എനിക്ക് ഭഗവാനെ പ്രാർത്ഥിച്ചേ പറ്റൂ, മുടങ്ങുന്ന നമുക്കൊരു വെപ്രാളമാണ്. അയ്യോ പ്രാർത്ഥിച്ചില്ലല്ലോ, എൻ്റെ ഭഗവാൻ എൻ്റെ ഉള്ളത്തിൽ വസിക്കണ്ടേ. അങ്ങനെ നമ്മൾ ആർത്തി പിടിച്ച് വേണം പ്രാർത്ഥിക്കാൻ. അത് സന്തുഷ്ടമായി അങ്ങനെയുള്ള ഭക്തന്മാർക്ക് മാത്രമേ എന്നെ നിത്യം എന്തോ ചിന്തിച്ചവണ്ണം, നമ്മൾ എന്താ ഒരു ഭക്തൻ ചിന്തിക്കുന്ന അതേ വണ്ണം കാണാൻ വന്നിടുമല്ലോ. ഇപ്പം ഞാൻ എന്താ ചിന്തിക്കുന്നത്? എനിക്ക് എൻ്റെ ഉള്ളത്തിൽ പരബ്രഹ്മമൂർത്തിയായിട്ട് ആ പരമാത്മാവായിട്ടാണ് ഞാൻ ഇരിക്കുന്നത്. എനിക്ക് അത് മതി, കാരണം ഞാൻ കണ്ടു, പിന്നെ എനിക്കിനി കാണാൻ ആഗ്രഹമില്ല. അത് ഈ ചൈതന്യമൂർത്തി ഉള്ളത്തിൽ വസിക്കുന്നതുകൊണ്ട് എനിക്കിപ്പം അങ്ങനെ തന്നെ മതി ഞാൻ ചിന്തിക്കുന്നത്. അതുകൊണ്ട് വേറെ ഭക്തൻ അങ്ങനെ ചിന്തിക്കണമെന്നില്ല, കാണണമെങ്കിൽ കാണാം. അതുകൊണ്ട് ചിന്തിച്ച വണ്ണം കാണാൻ വന്നിടുമല്ലോ. ത്വൽകൃതമേ തൽസ്തോത്രം മൽപ്രിയം പഠിച്ചിടും സൽകൃതി പ്രവരമർത്തിന് വിശേഷിച്ചും സൽഭക്തി ഭവിച്ചിടും ബ്രഹ്മജ്ഞാനം ഉണ്ടാകും. അപ്പം നമുക്ക് ബ്രഹ്മജ്ഞാനം ഉണ്ടാകണമെങ്കിൽ എന്ത് ചെയ്യണം? ത്വൽകൃതമേൽ തൽസ്തോത്രം, ഈ ഭഗവാന്റെ ഈ വചനങ്ങൾ ഇതൊക്കെ കേട്ടും പ്രാർത്ഥിച്ചും സ്തുതിച്ചും ജപിച്ചും ധ്യാനിച്ചും എന്ത് ചെയ്യണം? മൽപ്രിയം, അങ്ങനെ ഈശ്വരത്തിൻ്റെ ആ ഭഗവാനുള്ള പ്രീതിയോട് തന്നെ അത് പഠിച്ചും സൽകൃതി പ്രവരന, നമ്മളെ സൽക്കർമ്മങ്ങൾ ചെയ്തിരിക്കണേ. അങ്ങുള്ള മർത്തിന് എന്താണ് വിശേഷിച്ച്? അങ്ങൾക്ക് വിശേഷിച്ചാണ് കൊടുക്കുന്നത്. എന്താണ് വിശേഷിച്ച്? സൽഭക്തി ഭവിച്ചിടും, നല്ല ഭക്തിയും ഭവിക്കും. പിന്നെന്താണ്? ബ്രഹ്മജ്ഞാനവും ഉണ്ടാകും. എന്നാൽ ബ്രഹ്മജ്ഞാനം പരമാത്മാവെന്നുള്ള ആ അറിവ് നമ്മുടെ ഉള്ളത്തിൽ അറിഞ്ഞറിഞ്ഞ ബ്രഹ്മജ്ഞാനിയായി മാറും. ആ ബ്രഹ്മത്തെ നമ്മൾ മനസ്സിലാക്കി ഉള്ളത്തിൽ ബ്രഹ്മം ആ പരബ്രഹ്മമായി മാറും. അപ്പോഴാണ് നമ്മൾ ബ്രഹ്മജ്ഞാനം ഉണ്ടാകും. ബ്രഹ്മജ്ഞാനം ഉണ്ടാകും. അല്പവും അതിനില്ല സംശയം നിരൂപിച്ചാൽ, ഒരു സംശയവും വേണ്ട, അല്പം പോലും സംശയിക്കേണ്ട കാര്യമില്ല, അത് സംഭവിച്ചിരിക്കും. ആ ബ്രഹ്മജ്ഞാനം അങ്ങനെയാണ് നേടുന്നത് നമ്മൾ. താപസോത്തമ എന്നിട്ട് ഭഗവാൻ ഉത്തമ തപസന്മാരിൽ ഉത്തമനാണ് താപസോത്തമ. ഭഗവാൻ എന്നെ സേവിക്കുക മൂലം ഈ സുധീഷ്ണ മുനി ഭഗവാനെ സേവിച്ചത് കൊണ്ട് കാരണം പ്രാപിക്കുമല്ലോ മമ സായുജ്യം ദേഹനാശേ. ഇത്രയെല്ലാം പ്രാർത്ഥിച്ച് തപസ് ചെയ്ത് ഇതിനെ സേവിക്കുന്നുണ്ട്. ദേഹം വെടിയുമ്പോൾ ഈ സുധീഷ്ണൻ എന്ത് ചെയ്യും? പ്രാപിക്കുമല്ലോ മമ സായുജ്യം, ഭഗവാൻ തന്നെ സായുജ്യം പ്രാപിക്കുമല്ലോ എന്ന് പറഞ്ഞു. ഉണ്ടൊരാഗ്രഹം ആര് പറഞ്ഞ? ഭഗവാൻ ശ്രീരാമൻ പറയുന്നു, ഉണ്ടൊരാഗ്രഹം തവ ആചാര്യന അഗസ്ത്യനെ കണ്ടു വന്ദിച്ചു കൊള്ളുവാൻ. എന്തത് ഇന്നാവതിപ്പോൾ? എന്താ അതിന് പോംവഴി? എനിക്ക് സുധീഷ്ണൻ്റെ ഗുരുവായ അഗസ്ത്യ മഹാമുനിയെ എനിക്ക് പോയി കണ്ടു വന്ദിക്കണമെന്ന് ശ്രീരാമൻ പറഞ്ഞു. അപ്പോൾ അതിലെന്താ ഒരു ഉപായം, അതിലെന്താ ആവത് ഇപ്പോൾ? തത്രയുവ കിഞ്ചിൽ കാലം വസ്തു ഉണ്ട്, അത്യാഗ്രഹം എത്രയുണ്ട് അടുത്തത് അഗസ്ത്യാശ്രമ മുനി. ഈ സുധീഷ്ണനടുത്ത് പറയുന്നു, തത്രയുവ, അതായത് അവിടെ തന്നെ എനിക്ക് കുറച്ച് കാലം ആ അഗസ്ത്യ മുനിയുടെ ആശ്രമത്തിലൊക്കെ എനിക്ക് കുറച്ചു നാളും താമസിക്കണം ശ്രീരാമൻ പറഞ്ഞു. കാരണം എന്താ? അവിടെ അത്രമാത്രം ഒരുപാട് മുനിമണ്ഡലമാണ്, നിരനിരയായി അവിടെ എല്ലാം ആശ്രമങ്ങളുണ്ട്. അവിടെ ഭഗവാൻ അത്ര താല്പര്യമുണ്ട്. അതുകൊണ്ട് ഭഗവാൻ പറഞ്ഞു, തത്രയുവ കിഞ്ചിൽ കാലം വസ്തു ഉണ്ട്, അത്യാഗ്രഹമാണ്. ഭഗവാൻ ഒരു അത്യാഗ്രഹം പറയുമ്പോൾ ചെയ്യാൻ നമുക്കിങ്ങനെ അത്യാഗ്രഹമുണ്ടോ? ഭക്തന്മാരോട് നമുക്കിപ്പോൾ എന്താ പറയുക, നല്ല നല്ല സജ്ജനങ്ങളാകുന്ന ഭക്തന്മാർ മഹാത്മാക്കളുടെ കൂടെ ചേർന്നിരുന്ന് ഇത് കേൾക്കാടുക്കാൻ എന്തൊരു ആർത്തി ഉണ്ടാകുമോ? നമുക്ക് ഉണ്ടാകണം. പക്ഷെ നമുക്ക് ഇന്നത് നടക്കത്തില്ല. ഇന്ന് മഹാത്മാവ് ആരും തിരിച്ചറിയാൻ പറ്റുന്ന ഇത് വിൽപ്പന ചരക്ക് ആയിപ്പോയി.
ഇന്ന് ഇന്ന് പിന്നെ ഈശ്വരൻ്റെ നാമങ്ങൾ വിറ്റ് പൈസ ഉണ്ടാക്കുന്ന ഒരു കാലമായി കഴിഞ്ഞിരിക്കുന്നത്. നമ്മൾ എവിടെ പോയി പിടിക്കാനാ? എങ്ങനെ കണ്ടുപിടിക്കാനാ യഥാർത്ഥമായ ഒരു ജ്ഞാനിയെ, ഒരു സത്വാനെ, യഥാർത്ഥമായ ഒരു ഭക്തനെ, ഒരു സന്യാസിയെ? അതായത് ഗുരുവെ പരീക്ഷിച്ചു സ്വീകരിക്കൂ, ഗുരുവേഷം കണ്ടു ഭ്രമിക്കേണ്ട നീ, പരിശോധിക്കാതെ വരിച്ചു കൊണ്ടിടുകിൽ പരിതാപം തീരില്ല ജ്ഞാനപ്പെണ്ണി. നമ്മൾ യഥാർത്ഥ ജ്ഞാനിയെ അല്ലാതെ ഈ രുദ്രാക്ഷവും അതൊന്നും കണ്ടു ചെന്ന് പിടിച്ചാൽ നമുക്ക് അവസരത്തിലെ നരബലി പോലെ നമ്മുടെ കിഡ്നിയൊക്കെ ഞാൻ പോയെന്നിരിക്കും. പരിശോധിക്കാതെ ഒരു മഹാത്മാവെന്ന് പറഞ്ഞ് വെറുതെ ചെന്ന് മഹാത്മാവിനെ വേഷം കണ്ടെന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമില്ല. പണം നോക്കി നടക്കാന്ന് ഉദരം നിറയ്ക്കാനായിട്ട് നടക്കുക. അത് മഹാത്മാക്കൾ നല്ല ഗ്രന്ഥങ്ങൾ ഇങ്ങനെ ചമച്ചു വെച്ചിട്ടുണ്ട്, അതൊക്കെ പഠിക്കണം. അപ്പോൾ മനസ്സിലാക്കും നമുക്ക് നമ്മുടെ ഉള്ളത്തിൽ പരമാത്മാവ് മതി. ഭഗവാൻ ശ്രീരാമനോ ശ്രീകൃഷ്ണനോ ഒക്കെ ഉണ്ടല്ലോ, ഭാഗവതം വായിക്കുമ്പം ശ്രീകൃഷ്ണനാട്ടങ്ങ് ഉള്ളിൽ വയ്ക്കുക, നമുക്ക് ആ പരമഗുരു അത് മതി. പിന്നെയോ അല്ലെങ്കിൽ ശ്രീരാമനാണ് ശ്രീരാമൻ, ഇത് മാത്രം മതി. അപ്പോൾ തനിയെ അങ്ങനെ ആർത്തി നമുക്ക് വരുമ്പോൾ ഈശ്വരൻ തന്നെ നമുക്ക് അതിൻ്റെ വഴി ഉണ്ടാക്കി തരും, അത്രേ ഉള്ളൂ. അതുകൊണ്ട് നമ്മൾ അങ്ങനെ ആളിനെ അറിയാതെ എന്തെങ്കിലും ചെന്ന് ഗുരു ആകണ്ട, ഒരു ഗുരുക്കന്മാർ നമുക്ക് വേണ്ട. അവിടെ കിഞ്ചൽ കാലം വസ്തുകൊണ്ട് അത്യാഗ്രഹം എത്രയുണ്ട് അടുത്ത്, അത് അഗസ്ത്യ ആശ്രമ മുനി. നമുക്ക് മുനിയെ കണ്ട് വന്ദിക്കണം, അഗസ്ത്യ മുനിയെ. ഇത്തം രാമോക്തി കേട്ടു ചൊല്ലിനാൻ സുധീഷ്ണനും അസ്തുതേ ഭദ്ര. അത് തോന്നിയത് ഇന്ന് ഞാൻ അതിനിന്ന് ഞാൻ കാട്ടുവനല്ലോ. ഇത്രയും ആ ഗുരുവിനെ പോയി വന്ദിക്കണം, അഗസ്ത്യനെ പോയി വന്ദിക്കണം എന്ന് പറഞ്ഞപ്പോൾ അസ്തുതേ ഭദ്രം, അത് തോന്നിയത് അതിന്ന് ഞാൻ കാട്ടുവനല്ലോ. ഇത് തോന്നിയത് നല്ലത്, ഞാൻ തന്നെ കൊണ്ടുപോയി കാണിക്കാം, കാട്ടുവനല്ലോ. വഴി കൂടെ പോകുന്ന അടുത്ത നാള് വഴിയെ പോയി കൊണ്ട് കാണിക്കാം അടുത്ത ദിവസം. വാട്ടമെന്നയെ വസിക്കണം ഇന്നിവിടെ, സന്തോഷത്തോടുകൂടി ഇന്ന് ഈ സുധീഷൻ്റെ കൂടെ ശ്രീരാമഭഗവാൻ വസിക്കണം. നാം ഒട്ടുനാളുണ്ട് ഞാനും കണ്ടിട്ടൻ ഗുരുവിനെ. അത് നമുക്കെല്ലാം ഇന്ന് നമുക്ക് ഒന്നിച്ച് ഇവിടെ കഴിയണം, സന്തോഷത്തോടെ കഴിയണം. ഞാനും ഗുരുവിനെ കണ്ടിട്ട് ഒരുപാട് നാളായി. അതായത് സുധീഷൻ്റെ ഗുരുവാണ്. അതുകൊണ്ട് പുഷ്ടമോദത്തോടൊക്കെ തക്ക പോയി കാണാമല്ലോ. നമുക്ക് അടുത്ത ദിവസം നമുക്ക് സന്തോഷത്തോടെ പോയി കാണാമല്ലോ. ഇത്ത ആനന്ദം കൊണ്ട് രാത്രിയും കഴിഞ്ഞപ്പോൾ ഉത്ഥാനം ചെയ്ത് സന്ധ്യാവന്ദനം കൃത്വ ശീഘ്രം പ്രീതനാ മുനിയോടും ജാനകി ദേവിയോടും സോദരനോടും മന്ദം നടന്നു മധ്യാഹ്നേ പോയി ചെന്നിതു രാമൻ അഗസ്ത്യ അനുജാശ്രമേ. പെട്ടെന്ന് വന്ന് സൽക്കാരം ചെയ്താൻ അഗസ്ത്യ സഹജനും. അതായത് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് യുദ്ധം ആനന്ദമോട്ട് ആ രാത്രിയിൽ ഇവിടെ വസിക്കണം, സന്തോഷത്തോടെ കഴിയണം, നമുക്ക് ഒന്നിച്ച് അടുത്ത ദിവസം നമുക്ക് കാണാൻ പോകാം എന്ന് പറഞ്ഞുകൊണ്ട് ആനന്ദമുണ്ട്, സന്തോഷമായിട്ട് ആ രാത്രി അവിടെ തന്നെ കഴിഞ്ഞ് അപ്പോൾ ഉത്ഥാനം എഴുന്നേറ്റു. നേരം വിളക്കുമ്പോൾ എഴുന്നേക്കുമല്ലോ, എഴുന്നേറ്റ് ചെയ്ത് ആ രാവിലത്തെ സന്ധ്യാവന്ദനമൊക്കെ ചെയ്ത് കൃത്വ എല്ലാ കർമ്മങ്ങളും ചെയ്തിട്ട് ശീഘ്രം പെട്ടെന്ന് പ്രീതനാ മുനിയോട് അത്ര പ്രീതിയോടുകൂടി സുദർശനുമായിട്ട് ശ്രീരാമനും ലക്ഷ്മണനും എല്ലാവരും കൂടെ എന്ത് ചെയ്തു? ജാനകി ദേവിയോടും സോദരനോടും മന്ദം നടന്നു. അപ്പോഴത്തേക്കും മധ്യാഹ്നമായി നടന്നു പോയി മധ്യാഹ്നമായപ്പോൾ ചെന്നതു രാമൻ. എവിടെയാ രാമൻ? അഗസ്ത്യ അനുജ ആശ്രമേ. അതായത് അഗസ്ത്യ മുനിയുടെ ആശ്രമത്തിലല്ല, അതിനിടയ്ക്ക് സുധീഷൻ കൊണ്ടുപോയി അനുജ ആശ്രമിച്ചാൽ എനിക്ക് തോന്നുന്നതിൽ അർത്ഥമില്ല, നമുക്ക് ഊഹിച്ചെടുക്കാം. അഗസ്ത്യ അനുജ ആശ്രമേ. അഗസ്ത്യൻ്റെ അത് സഹജൻ, സഹജൻ അതിന് പറ്റിയ അനുജനും ആകാം. ഇപ്പം മുനിയുടെ അനുജനായാലും ആകാം. അനുജ ആശ്രമം എന്ന് വെച്ചാൽ അനിയൻ്റെ ആശ്രമമോ അല്ലെങ്കിൽ സഹജമായിട്ടുള്ള അങ്ങനെയുള്ള ഒരു ആശ്രമത്തിൽ. എനിക്കതെല്ലാം അറിയില്ല പറയാൻ. അപ്പോൾ അവിടേക്കാണ് ചെന്നത്. പിന്നീട് അഗസ്ത്യൻ്റെ അടുക്കലേ പോവുള്ളൂ. അപ്പോൾ ചെന്നത് രാമൻ അഗസ്ത്യ അനുജ ആശ്രമേ. ജവം വന്ന് അപ്പോൾ പെട്ടെന്ന് വന്ന് സൽക്കാരം ചെയ്താൻ അഗസ്ത്യ സഹജന്. അപ്പോൾ അഗസ്ത്യനല്ല, അഗസ്ത്യൻ്റെ സഹജനാണ്. നമ്മളിപ്പം എൻ്റെ സഹോദരൻ എനിക്ക് സഹജം എന്ന് പറയാം. അപ്പോൾ എനിക്ക് തോന്നുന്നു സഹോദരൻ്റെ ആയിരിക്കും അഗസ്ത്യം. അതെനിക്ക് ആരും പറഞ്ഞുതരാനല്ല, എനിക്ക് ആരുടെ ചോദിക്കുക, അതുകൊണ്ട് എനിക്ക് അറിയില്ല. അതുകൊണ്ട് അവിടെ തങ്ങിയിട്ട് വന്യഭോജനവും ചെയ്ത് അന്നവരെല്ലാവരും എന്ത് ചെയ്ത് അവിടെ ഈ മധ്യാഹ്നമായപ്പോഴും അവിടെ ചെന്ന് അവിടെ വന്യഭോജനം, വനത്തിൽ കിട്ടുന്ന ആഹാരങ്ങൾ എന്താ, കായും കരിയും കിഴങ്ങുകളോ ഒക്കെ വന്യഭോജനവും ചെയ്ത് അന്നവരെല്ലാവരും അന്യോന്യം എന്ത് ചെയ്തു? എല്ലാവരും കൂടെ അവിടെ ഒത്തിരി മഹർഷിമാരുണ്ടല്ലോ,
സുധീഷ്ണൻ്റെ ആശ്രമമായിരിക്കും, എന്തെന്ന് അറിയില്ല. എന്തായാലും കൊള്ള സല്ലാപവും ചെയ്തിരുന്നൊരു ശേഷം അങ്ങനെ അവർ എല്ലാവരും കൂടെ സന്തോഷമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടും കേട്ടും ഭഗവാനെ കാണുന്നൊരു സന്തോഷമല്ലേ മുനിമാർക്ക്. ശ്രീരാമനെ അങ്ങോട്ടും ഇങ്ങോട്ടും സന്തോഷം കൊണ്ട് സല്ലാപം കൊണ്ടൊക്കെ എന്ത് ചെയ്തു, അങ്ങനെ ചെയ്തങ്ങനെ ഇരുന്ന് അതിന് ശേഷം ഇനി എന്ത് ചെയ്യുന്നു, അഗസ്ത്യ സന്ദർശനമാണ്. ഇനി അഗസ്ത്യ മുനിയെ ഇനിയാണ് കാണാൻ പോണത്. അപ്പോൾ അഗസ്ത്യ സഹജനാന്ന് പറഞ്ഞ ആ ആശ്രമത്തിലേക്ക് ചെന്നേക്കുന്നത്. അത് ആരോടെങ്കിലും ചോദിച്ച് മനസ്സിലാക്കണം. ഇനി ഈ അഗസ്ത്യ മുനിക്ക് അനുജനുണ്ടോ, അതല്ലെങ്കിൽ സുഹൃത്തുക്കളായി സ്വന്തം അനുജന്മാരെ പോലെ ആണല്ലോ എല്ലാവരും. ഒരുപാട് മുനിമാരും ഒത്തിരി ആശ്രമങ്ങളെല്ലാം അവിടെ ഉണ്ടല്ലോ. അതുകൊണ്ട് എന്തായാലും ഇനി നമുക്ക് നാളെ വായിക്കാം അഗസ്ത്യ മുനിയെ സന്ദർശിക്കുന്നത്. അത് ഇനിയാണ്. നമസ്കാരം. ഹരി ഓം, ഹരി ഓം, ഹരി ഓം.